ബൈക്കിനും ഓട്ടോയ്ക്കും പ്രവേശനമില്ല. 6 വരി പാതയിൽ ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങി. 6 വരിയിൽ നിർമ്മാണം പൂർത്തിയായ ദേശീയപാത 66-ൽ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോയ്ക്കും പ്രവേശനമില്ല. കാൽനടയാത്രക്കാർക്ക് പ്രവേശനമില്ലാത്ത പാതയിൽ ട്രാക്ടറുകളും ഓടിക്കാൻ അനുമതിയില്ല. ഇത് വ്യക്തമാക്കുന്ന സൂചന ബോർഡുകൾ ദേശീയപാതയിലെ എൻട്രികളിൽ സ്ഥാപിച്ചു തുടങ്ങി. ബൈക്കുകൾക്ക് അനുമതിയില്ലെങ്കിലും സർവീസ് റോഡുകളാണ് ഉപയോഗിക്കേണ്ടതെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വേഗം കുറഞ്ഞ വണ്ടികൾ 6 വരി പാതയിലെ ഏറ്റവും ഇടതുവശത്തെ ലൈനിലൂടെ അനുവദിക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിലുണ്ടായിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല. പ്രത്യേക എൻട്രി എക്സിറ്റ് പോയിന്റുകൾ. 6 വരി പാതയിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കുവാനും പ്രത്യേക എൻട്രി എക്സിറ്റ് പോയിന്റുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എൻട്രിയിലൂടെ അകത്ത് കടക്കാൻ മാത്രമേ സാധിക്കൂ, അതുപോലെ എക്സിറ്റിലൂടെ പുറത്തു കടക്കുവാനും. മറിച്ചുള്ള യാത്ര തടയാനായി എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ സിഗ്നലുകൾ അതുപോലെ തന്നെ ക്യാമറകളും സ്ഥാപിക്കുമെന്നാണ് വിവരം. 6 വരി പാതയിൽ വണ്ടി ഓടിക്കേണ്ടത് ഇങ്ങനെ. 6 വരി പാതയിൽ വാഹനം ഓടിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അറിയാത്ത ആളുകൾ നിരവധിയാണ്. പ്രധാന കാര്യം ലൈൻ ട്രാഫിക് കൃത്യമായി പാലിച്ചു വേണം വണ്ടി ഓടിക്കാൻ എന്നതാണ്. ലൈൻ ട്രാഫിക് സംവിധാനമുള്ള റോഡുകളിൽ കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. വേഗത കൂടുതലായാൽ അപകട സാധ്യതയും കൂടുതലാണ്. ട്രാക്കുകൾ മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയും മീറ്റർ നോക്കി പുറകിലെ വാഹനത്തിന്റെ സ്ഥാനം മനസ്സിലാക്കുകയും വേണം. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാം. 6 വരിയിൽ ഇരുവശത്തും 3 വരി വീതമാണല്ലോ. ഇതിൽ ഒന്നാമത്തെ ലൈൻ, അതായത് ഏറ്റവും ഇടതുവശമുള്ള ലൈൻ, ഭാരവാഹനങ്ങൾക്കും വേഗത കുറഞ്ഞ മറ്റു വാഹനങ്ങൾക്കുമാണ്. ചരക്ക് ലോറികൾ, ട്രക്ക്, ഭാരവാഹനങ്ങൾ എന്നിവയെല്ലാം ഈ ലൈനിലാണ് ഉപയോഗിക്കേണ്ടത്. നടുവിലെ വരിയാണ് നോർമൽ ലൈൻ അഥവാ സുരക്ഷിത വേഗ ഇടനാഴി. നടുവിലെ ഈ ലൈനിലൂടെ ദീർഘദൂരം സുരക്ഷിത വേഗതയിൽ പോകേണ്ട വാഹനങ്ങൾക്ക് ഡ്രൈവ് ചെയ്യേണ്ടത്. വേഗം കുറഞ്ഞ ഒന്നാമത്തെ ലൈനിൽ പോകുന്ന വാഹനങ്ങൾക്ക് മുന്നിലുള്ള മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനും നടുവിലെ ലൈനിലേക്ക് കയറാം. ഓവർടേക്ക് ചെയ്ത ശേഷം തിരികെ ഇടത്തെ ലൈനിലേക്ക് തന്നെ കടക്കണം. വലതുവശത്തെ ലൈൻ, അതായത് മീഡിയയോട് ചേർന്നുള്ള വരി ഒഴിച്ചിടണമെന്ന് പറഞ്ഞല്ലോ. ഈ വരി എമർജൻസി വാഹനങ്ങൾക്കും ഓവർടേക്കിങ്ങിനും മാത്രമുള്ളതാണ്. അതായത് ഈ വരിയിൽ മറ്റു വാഹനങ്ങൾ കൂടുതൽ സമയം ഓടിക്കരുത്. ആംബുലൻസ്, ഫയർ സർവീസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്കായി ഒഴിച്ചിടേണ്ടതാണ് ഈ വരി. നടുവിലെ വരിയിലൂടെ പോകുന്ന വേഗം കൂടിയ വാഹനങ്ങൾക്ക് മുന്നിലത്തെ വാഹനത്തെ മറികടക്കാൻ ഈ വരിയിലേക്ക് കയറാം. ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞ ഉടൻ തന്നെ തിരികെ നടുവിലെ വരിയിലേക്ക് തന്നെ കടക്കണം. ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മധ്യത്തിലെ ട്രാക്കിലുള്ള വേഗത കൂടിയ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യേണ്ടി വന്നാൽ വലത്തെ ട്രാക്കിലേക്ക് കയറണം. ഉടൻ തന്നെ മധ്യത്തിലെ ട്രാക്കിലേക്ക് തിരിച്ചു വരികയും വേണം. പുറകിൽ വാഹനമില്ലെന്ന് ഉറപ്പാക്കണം. ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം. നിരന്തരം വശങ്ങളിലേക്ക്, കണ്ണാടികളിലേക്കും പുറകു വശം കാണുന്ന കണ്ണാടിയിലേക്കും നോക്കി ലൈനുകൾ നിരീക്ഷിക്കുക. ലൈൻ മാറേണ്ടി വന്നാൽ പുറകിൽ വാഹനമില്ലെന്ന് ഉറപ്പാക്കി ഇൻഡിക്കേറ്റർ ഇട്ട് മാത്രം മാറുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.